ജോസഫ് ആന്റണി, അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇറാന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. നയതന്ത്ര ചർച്ചകളുടെ പരിഹാരം കാണാം. എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? അമേരിക്ക പിന്നിൽ തന്നെ ഉണ്ടല്ലോ ഈ ആക്രമണത്തിന്. ഇത് അപ്രതീക്ഷിതമെന്നൊന്നും പറയാൻ കഴിയുന്നതല്ല വാസ്തവത്തിൽ. കാരണം അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇറാനെതിരെ എന്തും ചെയ്യും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ഞങ്ങൾ യുദ്ധത്തിൽ എന്താണ് രണ്ടു കൂട്ടരും ചേർന്ന് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ അവർ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൽ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സിലും ഇത് പറഞ്ഞിരുന്നു. എനിക്ക് സമാധാനമാണ് ആഗ്രഹം, പക്ഷേ അവർ ഞങ്ങൾ പറയുന്നതിന് വഴങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ശക്തമായ സന്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളായിട്ടുള്ള USS എബ്രഹാം ലിങ്കണും അതോടൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡും ഇപ്പോൾ ഈ ഇറാന് ചുറ്റും തമ്പടിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ സാഹചര്യത്തിൽ അതായത് നമുക്കറിയാം ഒമാനിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനീവയിൽ ചർച്ച തുടരുകയാണ്. ഇനിയും ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച തീരുമാനമായില്ല എങ്കിലും പുരോഗതി ഉണ്ടെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന് ഇപ്പോൾ ഇറാൻ ഒരു തരത്തിലുമുള്ള ഒരു വെല്ലുവിളിയല്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നിലവിൽ തന്നെ ഒരു ആണവ ബോംബുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ്. ഇറാൻ ഇപ്പൊ തന്നെ ദുർബലമായ രാജ്യമാണ്. കാരണം കഴിഞ്ഞ ജൂൺ മാസം നമ്മൾ കണ്ടു. ജൂൺ മാസം എന്താ നടന്നത്? ജൂൺ മാസം ഇറാനും ബാക്കിയുള്ള അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഈ ആണവ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നുകൊണ്ട് 5 റൗണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന 6ാമത്തെ ചർച്ച പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ജൂൺ മാസം ഈ ഫോർദോയും ഇസ്ഫഹാനും ഒക്കെ ഉള്ള ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾ കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ഇറാനി ന്യൂക്ലിയർ കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതായത് ഇറാന്റെ എല്ലാ തരത്തിലുള്ള ആണവ ശക്തിയെയും ഞങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നാ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായും തുടച്ചു നീക്കിയാൽ പിന്നെ അതിനുശേഷം വാസ്തവത്തിൽ ഇങ്ങനെ വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് തന്നെ വല്ല പ്രസക്തിയുണ്ടോ? പ്രസക്തിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ എടുത്തില്ല. ഈ കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനൊന്നും നടന്നിട്ടില്ല എന്നാണ്. അത് പോട്ടെ. അപ്പൊ ഇത് വീണ്ടും എന്താ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നിടയ്ക്കാണ് പെട്ടെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നു. അമേരിക്ക സന്ദർശിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ സംഭാഷണത്തിലും സ്വരത്തിലും വളരെ വലിയ മാറ്റം ഈ ഇറാനെതിരായിട്ടുള്ള തരത്തിൽ നമ്മൾ കണ്ടു. അത് ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സിൽ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഈ ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത്, അതായത് അമേരിക്കയുടെയും ഇറാന്റെയും ഇസ്രായേലിന്റെയും ഏറ്റവും വലിയ ശത്രുവായി അല്ലെങ്കിൽ എതിരാളിയായി ഇനി ലോകത്ത് അവശേഷിക്കുന്ന ഒരു രാജ്യമാണ്, പശ്ചിമേഷ്യയിൽ അവശേഷിക്കുന്ന ഒരു രാജ്യം ഇറാനാണ്. ആ ഇറാനെ ഏത് തരത്തിലും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഈ ഇമ്പീരിയലിസ്റ്റ് അജണ്ട, ട്രംപിന്റെ അജണ്ടയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അജണ്ടയും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം. ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇസ്രായേൽ ആക്രമണം ഇറാന് നടത്തിയാൽ ഇറാൻ തിരിച്ചാക്രമണം നടത്തേണ്ടി വരും. ഇറാൻ തിരിച്ചാക്രമണം നടത്തിയാൽ എന്ത് സംഭവിക്കും? അമേരിക്കയ്ക്ക് ആ പേര് പറഞ്ഞുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്താം. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്, ഇതൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്, ഒരു പ്ലാൻ. ജോസഫ് ആന്റണി, മറ്റൊരു വിഷയം കൂടി, അതായത് സമാനമായി, അതായത് ട്രംപും അതോടൊപ്പം തന്നെ ബെന്യാമിൻ നെതന്യാഹുവും അവരുടെ രാജ്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരിടുന്നുണ്ട്. ഈ ട്രംപ് തീരുമാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കം ഏറ്റ വലിയ തിരിച്ചടി, അതോടൊപ്പം തന്നെയാണ് അവിടുത്തെ ജുഡീഷ്യറിയുമായി നെതന്യാഹുവിൻ ഉള്ള സംഘർഷവും. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇവർക്ക് കൂടി വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഇറാൻ വിഷയം കത്തിച്ച് നിർത്തുക എന്നുള്ളത് അതും കൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ നിലവിൽ? അതിന് വേറൊരു വിഷയം കൂടിയുണ്ട്. അമേരിക്കയിലെ അമേരിക്കയുടെ അടുത്ത കാലത്ത് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ റേറ്റിംഗ് ഏതാണ്ട് 30% താഴേക്ക് വന്നിരിക്കുന്നു. അതൊരു കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിരന്തരമായ പരാമർശങ്ങൾ, ഈ ലൈംഗിക കുറ്റവാളിയായിട്ട് അറിയപ്പെടുന്ന എപ്സ്റ്റീനിന്റെ ഫയലുകളിൽ ഇദ്ദേഹത്തിന്റെ പേരുകൾ നിരവധി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ റേറ്റിംഗ് കുറയുന്നു. ഈ പറഞ്ഞ തരത്തിലുള്ള ഈ ലൈംഗിക കുറ്റവാളിയുടെ ഫയലുകളിൽ ഇദ്ദേഹത്തിന്റെ പേരുകൾ വന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി. എന്ന് മാത്രമല്ല, നവംബർ മാസം തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവാണ്. ആ മിഡ് ടേം ഇലക്ഷനിൽ
സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടിയാണ് ട്രംപിനുണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഞാൻ ഇറാനെ ഇല്ലാതാക്കി, ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഇസ്രായേൽ ലോബിയെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒന്ന്. രണ്ട്, ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേലിലും നവംബർ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ ഗാസ വിഷയത്തിൽ ജനങ്ങളുടെ റേറ്റിംഗ് വളരെയധികം കുറഞ്ഞ, അതായത് അവർ പറയുന്നുണ്ട് ഈ 2023 ഫെബ്രുവരി 2021 ഒക്ടോബർ മാസം എങ്ങനെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ ആക്രമണം അവിടെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഇപ്പോഴും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ ഈ അവരുടെ ഇസ്രായേലിലുള്ള പ്രശ്നങ്ങളും അമേരിക്കയിലുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടുക, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ തീവ്ര വലതുപക്ഷ വംശീയ അജണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വംശഹത്യ നടത്തിയതിനു ശേഷം ഐക്യരാഷ്ട്രസഭ ഇന്നിപ്പോ ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി അദ്ദേഹം ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന വളരെ വിചിത്രവും അപകടകരവുമായ ഒരു അന്തർദേശീയ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് അതിന്റെ അധ്യക്ഷനായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ലോകത്ത് ഈ റൂൾസ് ബേസ്ഡ് ചട്ടപ്രകാരമുള്ള ലോകക്രമമല്ല ഉണ്ടാകാൻ പോകുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഇഷ്ടപ്രകാരമുള്ള ലോകക്രമമാണ് ഉണ്ടാകുന്നത്. ഫോഴ്സ് ബേസ്ഡ്, അതായത് ബലപ്രയോഗത്തിൽ ബലാധിഷ്ഠിതമായ ലോകക്രമമാണ് അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൈക്ക് സ്ട്രൈക്ക്, അന്തർദേശീയ സമൂഹം സമാധാനപരമായിട്ട് നിൽക്കുന്നതിന്റെ കാരണം ചില ചട്ടങ്ങളും ചില ക്രമങ്ങളും ചില കൺവെൻഷൻസും എഗ്രിമെന്റ്സും ഒക്കെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടാണ്. പക്ഷെ ഇതിനെല്ലാം അട്ടിമറിച്ചുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന വേണ്ട, പിന്നെ വേറൊരു തരത്തിലുള്ള WTO വേണ്ട, WHO വേണ്ട, ഇങ്ങനെയുള്ള ഒരു അന്തർദേശീയ ഓർഗനൈസേഷൻ വേണ്ട. അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് ലോകം മാറിയാൽ മതി. അതാണല്ലോ നമ്മൾ വെനസ്വേലയെ കണ്ടത്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ലോകത്തോടങ്ങൾ നടക്കുന്നതാണോ ഇത്? അപ്പൊ അമേരിക്കയുടെ ഇഷ്ടപ്രകാരം അമേരിക്കക്ക് ആരാണോ എതിരായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത ആരാണോ അവരെല്ലാം കീഴടക്കുക, ആക്രമിക്കുക, ഇല്ലാതാക്കുക, റഷ്യം ചേഞ്ച് നടത്തുക, ഭരണകൂടത്തെ അട്ടിമറിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന തരത്തിൽ അന്തർദേശീയ തരത്തിൽ അരാജകാവസ്ഥയിലേക്ക് ലോകരാഷ്ട്രീയത്തെ നയിക്കുകയും അസമാധാനം വിതയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് ഹോർമസ് കടലിടുക്ക് അവര് തടയുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വരാതാവും.